ഹായ് ഹലോ എല്ലാവർക്കും മൊസാറ്റ് കഫേയിലേക്ക് സ്വാഗതം. അപ്പോൾ അതായത് നമുക്കൊരു കുഞ്ഞ് മെമ്മോ പാഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ സൈസിലൊരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പീസ് സൈസാണോ അവൈലബിൾ അത് നമുക്ക് എടുക്കാം. അതിന് ഞാനൊരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കവർ ചെയ്ത് നല്ലപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നോട്ട് പാഡ്സിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് അതിനെയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കണം. നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല. അടുത്ത വീഡിയോ ഗീവ് അവേ ഗിഫ്റ്റ്സ് കാണിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത പാറ്റേൺ പേപ്പറാണ്. അതും കൂടെ ഞാനൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് കവറിങ് ആക്കാനായിട്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ മെമ്മോ പാഡ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഒരു ക്യൂട്ട് സ്റ്റിക്കറും കൂടെ ഞാൻ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു പാൻഡ സ്റ്റിക്കർ. എൻ്റെ ടേബിളിൻ്റെ മേലിരിക്കുന്ന ഒരു കുഞ്ഞ് പാൻഡ പോലെ ഇതിലും ഞാനൊന്ന് വരച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നമുക്കതിനെ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.